പുഴ കടന്ന കണ്ടലുകൾക്കിടയിലേക്കാണ് കോട്ടയിൽ അയ്യപ്പൻ തുഴയെറിയുന്നത്. കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവിലെ നൈറ്റ് വാച്ചറാണ് അയ്യപ്പൻ. മണ്ണിന്റെ ജീവനാളം പോലെ താഴ്ന്നു കിടക്കുന്ന വീടുകളിൽ അയ്യപ്പന്റെ തലോടലുണ്ട്. എരണ്ടകൾക്കും നീർക്കാക്കകൾക്കും എന്ന പോലെ വിദേശികൾക്കും സ്വദേശികൾക്കും വേണ്ടി 20 വർഷം മുൻപാണ് അയ്യപ്പൻ ഇവിടെ കണ്ടലുകൾ വെച്ചുപിടിപ്പിക്കാൻ തുടങ്ങിയത്. നാട്ടുകാർ ചകിരി പൂഴ്ത്താൻ ഉപയോഗിച്ചിരുന്ന വളക്കൂറുള്ള മണ്ണിൽ എതിർപ്പുകൾ നേരിട്ടാണ് കോട്ടയിൽ അയ്യപ്പൻ കണ്ടലുകൾ പരിപാലിച്ചത്. ഈ കണ്ടൽവനുമായിട്ട് ബന്ധപ്പെടുന്നത് 1997 അതിനുശേഷം അമിത് മല്ലിക് സാറ് ആണ് ആദ്യം DFO വന്നത്. ആ ടൈമിൽ 10,000 പോളിത്തീൻ കവറിൽ നഴ്സറി നടത്തി. അതിനുശേഷം പ്രദീപ്കുമാർ സാറ് DFO വന്ന് ഈ കണ്ട റൈസ് ഓഫ് വാറൻ്റെ മുഴുവനും മൂപ്പര പീരീഡിലാണ് എടുത്തത്. ഇപ്പം CCF ആണ് സാറ്. ഈ ഭാഗത്തുള്ള കാണുന്ന കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കളക്ട് ചെയ്തിട്ട് റൈസ് ഓഫ് വാറ ഏറ്റവും കൂടുതലായിട്ട് വളർന്ന ഇപ്പം നമ്മൾ പക്ഷികളെ കാണുന്നതൊക്കെ ആ ഇതെന്നാണ് കാണുന്നത്. അയ്യപ്പൻ 10,000 കണ്ടൽ വിത്തുകൾ വരെ ഇവിടെ പാകിയ സമയമുണ്ട്. ഇന്ന് അവയെല്ലാം മരങ്ങളായി ഉറച്ചിരിക്കുന്നു. സുനാമിയുടെ കരുത്ത് ഈ കണ്ടലുകൾക്ക് മുന്നിൽ തളർന്നപ്പോൾ രക്ഷപ്പെട്ടത് ഒരു നാടാണ്. അതുവരെ പരിഹസിച്ചിരുന്ന നാട്ടുകാർക്ക് അയ്യപ്പൻ ആരാധ്യനായി. നേരത്തെ അയ്യപ്പനെ അകലെ നിന്ന് നോക്കിയിരുന്ന നാട്ടുകാർ ഇന്ന് ഒന്നിച്ചാണ്. സുനാമി വന്നതിന് ശേഷമാണ് ഇത് ഈ കണ്ടൽ ഇവിടെ നിലനിൽക്കണം എന്നുള്ളത് ജനങ്ങൾക്കൊക്കെ ബോധ്യമായത്. അതിനുശേഷം ജനങ്ങളെടുത്തുനിന്ന് ഒരു എതിർപ്പുമില്ല. എല്ലാവരും നല്ല സഹകരണത്തിലാണ്. ഇപ്പോൾ പലവിധ മീനുകളും കടലിൽ നിന്ന് വന്നിട്ട് ഈ കണ്ടൽക്കാടിലാണ് പഠനം നടത്തിയിട്ട് ഈ മീനിൻ്റെ കൊച്ചുങ്ങളെയൊക്കെ സസ്യനവേരിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടെടുപ്പിന്റെ താളമാണ് അയ്യപ്പന്റെ ജീവിതം. കണ്ടലുകൾക്കായി ഒഴിഞ്ഞിട്ട രാപ്പകലുകൾ. അതീവ ജൈവസമ്പന്നമായ ഈ ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്നത് മണ്ണിനും മാനവനും ഇതര ജീവജാലങ്ങൾക്കും വേണ്ട അതിജീവനത്തിനുള്ള ഇന്ധനമാണ്. കോട്ടയിൽ അയ്യപ്പൻ കണ്ടലുകളിലൂടെ പാകിയിട്ടത് തലമുറകളിലേക്കുള്ള ജൈവബന്ധമാണ്. ക്യാമറാമാൻ പ്രജോഷ് കുമാറിനൊപ്പം അഭിലാഷ് നായർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.